മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫോർമേഷൻ ഓഫ് സ്റ്റീം വിത്ത് ഗ്രാഫ് ഏതാണ് നമ്മുടെ ആ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ വെച്ചുള്ളൊരു ഗ്രാഫില്ല, അത് ഡിഫറൻറ്റ് എൻതാൽപ്പി, എൻട്രോപ്പി, സ്പെസിഫിക് വോളിയംസ്, ഡ്രൈനസ് ഫ്രാക്ഷൻ, വെറ്റ് ആൻഡ് ഡ്രൈ സ്റ്റീം. ആ കുറച്ച് ഡെഫിനേഷൻസാണ് സെക്കൻഡിലിരുന്ന് പാർട്ട് 2 നമ്മൾ പഠിച്ച്. പിന്നെ സ്റ്റീം ടേബിൾ, മൂളിയർ ചാർട്ട്. സ്റ്റീം ടേബിൾ എന്താണെന്ന്, മൂളിയർ ചാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റീം ടേബിളിനകത്ത് തന്നെ എല്ലാം കിടപ്പുണ്ട്, അത് വെച്ചെഴുതുക. പിന്നെ അടുത്തത് അതിൽ പ്രോബ്ലം ഉണ്ട്. പിന്നെ സ്റ്റീം ബോയിലർ, പ്രധാനപ്പെട്ട 2 ബോയിലർ അതിൽ പഠിക്കാനുള്ളത്. വിൽകോക്സ് ബോയിലർ, അതിൻ്റെ ഫുൾ ഒരു വലിയ പേരുണ്ട്. പിന്നെ കോക്രൻ ബോയിലർ ഇഗ്നോർ എഴുതിയിരിക്കും, കാരണം കഴിഞ്ഞ തവണ ചോദിച്ചതാണ്, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് അസൈൻമെൻറ്റ് ചെയ്തത്. അപ്പം ഈ കോക്രൻ ബോയിലർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതൊരു ഫയർ ട്യൂബ് ബോയിലറാണ്. അതായത് ട്യൂബിനകത്തായിരിക്കും ഹോട്ട് ഗ്യാസസ്. ഇപ്പോൾ ഒരു ഫയർ ട്യൂബ് ബോയിലറാണ്. അപ്പോൾ അത് നിങ്ങൾ അസൈൻമെൻറ്റിനകത്ത് തന്നെ പഠിച്ചാൽ മതി. ചോദിക്കുക വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോളാനേ ഞാൻ പറയത്തുള്ളൂ. ഏതും ചോദിക്കാം, നമുക്ക് ഇന്നത് ചോദിക്കുന്നത് പറയാൻ ഒക്കില്ല. കോക്രൻ ബോയിലർ കഴിഞ്ഞ തവണ 2024 കഴിഞ്ഞ വർഷം ചോദിച്ചത്, അതുകൊണ്ട് ഇത്തവണ ചോദിക്കാനുള്ള സാധ്യത 50-50. ചോദിക്കാം, ചോദിക്കാതിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അസൈൻമെൻറ്റ് ആ വീഡിയോ കണ്ട് അസൈൻമെൻറ്റിനകത്ത് നിന്നുള്ളത് വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ വിൽകോക്സ് ബോയിലർ ഇത്തവണ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. പിന്നെ ഇത് നമ്മളൊരു കമ്പാരിസൺ. ശേഷം അടുത്തത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ബോയിലർ മൗണ്ടിങ് ആൻഡ് ആക്സസറീസ്. ബോയിലർ മൗണ്ടിങ് ആൻഡ് ആക്സസറീസ് എന്ന് പറഞ്ഞൊരു 10-12 എണ്ണം ഉണ്ട്. ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണ് അത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞു വരാം. പിന്നെ അടുത്ത ലാസ്റ്റ് സ്റ്റീം ടർബൈൻ. അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്, ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. പിന്നെ ഇവ തമ്മിലുള്ളൊരു കമ്പാരിസൺ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. എല്ലാവരും പറഞ്ഞത് ഞാൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് തന്നില്ല. ശരിക്കും ഞാൻ ചെയ്തെന്തുവാ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് വീഡിയോ ആക്കി തരുന്നു. അത് നിങ്ങളൊന്ന് നോക്കാതെ പഠിച്ചോ. വീഡിയോ കാണുക, മനസ്സിലാക്കുക, ശേഷം കയ്യിലുള്ള നോട്ട് വെച്ച് പഠിക്കുക. കയ്യിലുള്ള നോട്ട്, ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് തരാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം ബാക്കിയുള്ള ഭാഗങ്ങളും പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗമല്ലാതെ ബാക്കി എല്ലാ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ചിലപ്പോൾ 1 മാർക്കിനുള്ള എന്തെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് മനഃപൂർവ്വം നിങ്ങൾക്ക് എന്ത് തരുന്നത്, ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ എടുത്ത് തരുന്നത്. അഥവാ അതിനൊരു പ്രോബ്ലം നോക്കുമ്പോൾ ഫോർമുല എവിടെ നിന്ന് വന്നെന്നോ, അപ്പോൾ ആദ്യത്തെ 2-3 പേജിനകത്ത് ചിലപ്പോൾ ഫോർമുലകൾ കാണും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് എൻട്രോപ്പി, സ്പെസിഫിക് എൻതാൽപ്പിയൊക്കെ പഠിച്ച കൂടെ തന്നെ ഫോർമുല പറഞ്ഞു പോയില്ലേ. അതേസമയം ജസ്റ്റ് ഈ ഡെഫിനിഷൻ മാത്രം നോട്ടായിട്ട് എഴുതി തരുമായിരുന്നല്ലോ, അത് കാണുമായിരുന്നു, ഇല്ല. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് 4th മോഡിൽ പഠിച്ച് തീർന്ന് 3rd മോഡിലോട്ട് കയറുക. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസും പുറകെ വരുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ബോയിലർ. ബോയിലറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വലിയതായിട്ടൊന്നും ചോദിക്കില്ല. എന്താണ് ബോയിലർ? ബോയിലർ ഈസ് ഡിഫൈൻഡ് ആസ് എ ക്ലോസ്ഡ് മെറ്റാലിക് വെസൽ in which the water is heated beyond boiling state by the application of heat liberated by combustion of fuel to convert it into steam. ഒന്നുമില്ല, ഒരു ക്ലോസ്ഡ് മെറ്റാലിക് വെസലാണ് ഈ ബോയിലർ എന്ന് പറയുന്നത്. ഒരു ക്ലോസ്ഡ് മെറ്റാലിക് വെസലാണ്. അതിനകത്ത് സംഭവിക്കുന്നു, വാട്ടർ ഈസ് ഹീറ്റഡ് ബിയോണ്ട് ബോയിലിംഗ് പോയിൻറ്റ്. അതായത് ബോയിലിംഗ് പോയിൻറ്റിന് അപ്പുറം അതിനെ ഹീറ്റ് ചെയ്യുന്നു. ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്. ഹീറ്റ് എവിടെ നിന്ന് കിട്ടും? ലിബറേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. അതായത് ഫ്യൂവൽ കത്തിച്ച് അതിൻ്റെ ഹീറ്റ് എടുത്ത് ആ ഹീറ്റ് ഉപയോഗിച്ച് വെള്ളത്തിനെ ബോയിലിംഗ് പോയിൻറ്റ് ബിയോണ്ട് ഹീറ്റ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്യുന്ന എന്തായിട്ട്? കൺവേർട്ട് ഇറ്റ് ഇൻ ടു സ്റ്റീം. ബോയിലറെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ സ്റ്റീം ആകാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മനസ്സിലായി? അത്രേ ഉള്ളൂ ബോയിലർ. ഇനിയും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബോയിലറാണ്. ബോയിലറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്? പ്രധാനമായിട്ടും 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫയർ ട്യൂബ് ബോയിലർ, 2 വാട്ടർ ട്യൂബ് ബോയിലർ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫയർ ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്യൂബിനകത്താണ് ഫയർ. വാട്ടർ ട്യൂബ് ബോയിലർ, അപ്പം വാട്ടർ ട്യൂബിനകത്ത് വാട്ടറാണ്. ഇതാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനിൽ ഒന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനിൽ ഒന്നാണ് ഇത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫയർ ട്യൂബ് ബോയിലർ നോക്കാം. ഫസ്റ്റ് ഫയർ ട്യൂബ് ബോയിലർ. ഇൻ ദിസ് ഫയർ ട്യൂബ് ബോയിലേഴ്സ് ദ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ആർ ലെഡ് ത്രൂ എ ട്യൂബ് or nest of tube around which water is circulates. അതായത് പറയുന്നൊന്നുമില്ല,
കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ കമ്പസ്റ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഹോട്ട് ഫ്യൂ ഗ്യാസസ് അത് ഒരു ട്യൂബിനകത്തൂടെ കടത്തിവിടും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗറാണത്, അതിൻ്റെ ഒരു സാമ്പിൾ ഫിഗറാണ്. ഹോട്ട് ഗ്യാസസ് ഒരു ട്യൂബിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ ഈ ട്യൂബിന് ചുറ്റും എന്താണ്, വെള്ളമാണ്. ഇപ്പോൾ അവൾ പറയുന്നത് എ ട്യൂബ് ഓർ നെസ്റ്റ് ഓഫ് ട്യൂബ്, ഒരു ട്യൂബേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കൂട്ടം ട്യൂബുകൾ കാണും. നമ്മൾ ഷെൽ ആൻഡ് ട്യൂബിനകത്ത് കണ്ടു കുറേ ഒന്നിലധികം ട്യൂബുകൾ അടുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ കുറേ ട്യൂബ് അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ല ഒരു പ്രധാനപ്പെട്ട 1-2 ട്യൂബേ കാണത്തുള്ളൂ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇൻ ദി ഫയർ ട്യൂബ് ബോയിലേഴ്സ് ദ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ മൂലം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോട്ട് ഫ്ലൂ ഗ്യാസസ് ആർ ലെഡ് ത്രൂ എ ട്യൂബിലൂടെ കടത്തിവിടുന്നു. എ ട്യൂബ് ഓർ എ നെസ്റ്റ് ഓഫ് ട്യൂബ്, ഒരു ട്യൂബോ ഒരു കൂട്ടം ട്യൂബുകളോ. എറൗണ്ട് വിച്ച് ദ വാട്ടർ സർക്കുലേറ്റ്, അപ്പോൾ ആ ട്യൂബുകൾക്ക് പുറത്തായിരിക്കും വെള്ളം ഉള്ളത്. അപ്പം ഈ ട്യൂബിനകത്തെ ഹോട്ട് ഗ്യാസസ് ആണ്. ആ ഹോട്ട് ഗ്യാസസിൽ നിന്നും ടെമ്പറേച്ചർ ഈ വെള്ളത്തിലേക്ക് പോകുന്നു. ആ വെള്ളം ബോയിൽ ചെയ്ത് അത് സ്റ്റീമായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഹോട്ട് ഫ്ലൂ ഗ്യാസ് എന്ന് പറയുമ്പോൾ 10-100 നല്ല ടെമ്പറേച്ചറുള്ള ഹോട്ട് ഫ്ലൂ ഗ്യാസാണ് വരുന്നത്. നല്ല 400-500 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹോട്ട് ഗ്യാസാണ്. നമ്മുടെ സൈലൻസർ ഇല്ലേ, നമ്മളെ പെട്രോൾ എഞ്ചിൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല, സിലബസിലും ഇല്ല. അതുകൊണ്ട് അത് കാണിക്കുക, നമ്മുടെ ആ സൈലൻസറിന് പുറത്തുനിന്ന് വരുന്ന സ്റ്റാർട്ടിങ് ഫയർ ടെമ്പറേച്ചർ എന്ന് ഏകദേശം 350-400 ഡിഗ്രി സെൽഷ്യസാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് 420 വരെ കിട്ടിയിട്ടുണ്ട്. അത്ര ചൂടാണ്. അതിൻ്റെയും കൂടിയ ടെമ്പറേച്ചറുള്ള ഹോട്ട് ഗ്യാസാണ് ഇതിനകത്തൂടെ പോകുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഈ വെള്ളം വലിച്ചെടുത്ത് ഇത് എന്താ പറയുന്നത് 100 ഡിഗ്രി എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് സാച്ചുറേഷൻ ടെമ്പറേച്ചറിലെത്തി ശേഷം വീണ്ടും അത് വേപ്പറായി പിന്നെയും ഈ ഹീറ്റിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുക. ആ സ്റ്റീം വീണ്ടും ഹീറ്റ് സ്വീകരിച്ച് സൂപ്പർ ഹീറ്റായി അതിങ്ങനെ ആവശ്യമുള്ള സ്റ്റീമിലേക്ക് മാറും. അപ്പം ഇതാണ് ഫയർ ട്യൂബിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഇപ്പം ബോയിലറിനെ പറ്റി 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതും എഴുതണം. എന്താണ് ബോയിലർ 1 മാർക്ക്, ഫയർ ട്യൂബ് ഇത് വിശാലമായിട്ടുണ്ട്, ഇതുണ്ട് കുറച്ച് സെൻറ്റൻസേ ഉള്ളൂ. അപ്പോൾ 3 മാർക്കിനാണെങ്കിലും 7 മാർക്കിനാണെങ്കിലും ഇത്രയും എഴുതാം. ഓക്കെ, നോക്കി എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ബോയിലേഴ്സ് ആർ കോക്രൻ ബോയിലർ, നമുക്ക് പഠിക്കാനുള്ളതാണ്. കോക്രൻ ബോയിലർ സിലബസിലുള്ളതാണ്, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ലക്കൻഷെയർ, കാർണിഷ്. ലക്കൻഷെയർ എന്നൊരു പ്രധാനപ്പെട്ട ഒരു ബോയിലറാണ്. ലോക്കോമോട്ടീവ്, നമ്മുടെ പണ്ടത്തെ സ്റ്റീം എഞ്ചിൻ ട്രെയിനില്ലേ ലോക്കോമോട്ടീവ്, അതിൻ്റെ ബോയിലർ ഈ ടൈപ്പാണ്. സ്കോച്ച് മെഷീൻ ബോയിലർ, ഫയർ ട്യൂബ് ബോയിലേഴ്സ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഫയർ ട്യൂബ് ബോയിലേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്റ്റഡി വർക്ക് പ്രഷർ അപ് ടു 20 ബാർ. അപ്പം ഈ ഫയർ ട്യൂബ് ബോയിലർ സ്യൂട്ടബിൾ ആണ് ഇപ്പം അപ് ടു 20 ബാർ പ്രഷർ വരെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ ഫയർ ട്യൂബ് ബോയിലറുകൾ. ഈ ബോയിലറിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് വാട്ടർ ട്യൂബ് ബോയിലർ. ഈ ഒരു പിക്ചർ നോക്കി, ഈ ട്യൂബിനകത്താണ് വെള്ളം, മുകളിൽ ട്യൂബിനകത്ത് ഹോട്ട് ഗ്യാസ് ആയിരുന്നു അല്ലേ, ട്യൂബിനകത്ത് ഹോട്ട് ഗ്യാസ് ആയിരുന്നു. ഈ ഒരു കേസിൽ വരുമ്പോൾ ട്യൂബിനകത്ത് വാട്ടറാണ്, ട്യൂബിനകത്ത് വാട്ടർ ട്യൂബ്, അപ്പോൾ വാട്ടറാണ്, ഹോട്ട് ഗ്യാസാണ് ഈ വെളിയിൽ കാണുന്നത്. അതായത് നിസാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സ്റ്റീൽ കമ്പിക്കകത്ത് വെള്ളമുണ്ട്, ആ സ്റ്റീൽ കമ്പി തീക്കകത്ത് കടന്നു പോകും എന്നങ്ങ് സങ്കല്പിക്കുക, അതേ സംഭവം. പക്ഷെ അവിടെ തീയല്ല, ശരിക്കും ഫയറെന്ന് പേര് മാത്രമേ ഉള്ളൂ. ഫയർ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറുള്ള ഗ്യാസാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇൻ ദിസ് വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ദ വാട്ടർ സർക്കുലേറ്റ്സ് ഇൻസൈഡ് ദ ട്യൂബ് വൈൽ ആർ ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂവൽ പാസസ് അറൗണ്ട് ദം. ഇത് പറയുന്നത് വെള്ളം ട്യൂബിനകത്ത് കൂടെ പോകുമ്പോൾ ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവലിൽ കമ്പസ്റ്റനായിട്ടുണ്ടാകുക ഹോട്ട് ഗ്യാസസ് അതിന് ചുറ്റും പാസ് അറൗണ്ട് ദം എക്സ്റ്റേണലി, അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നു. പാസ് അറൗണ്ട് ചുറ്റും കിടന്ന് എക്സ്റ്റേണലി പുറത്ത് കിടന്ന് കറങ്ങുന്നു. അപ്പം ഇൻ ദിസ് വാട്ടർ ട്യൂബ് ബോയിലർ ദ വാട്ടർ സർക്കുലേറ്റ് ഇൻസൈഡ് ദ ട്യൂബ് വൈൽ the hot gases produced by the combustion of fuel passes around them.
വെള്ളം ട്യൂബിനകത്താണ്. അപ്പോൾ ഫ്യൂവൽ കമ്പഷൻ ചെയ്തുണ്ടാകുന്ന ഹോട്ട് ഗ്യാസസ് ഇതിനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിന് എക്സാമ്പിളാണ് നോക്കി നമ്മൾക്ക് പഠിക്കാനുണ്ട് ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. അതിന് എക്സാമ്പിളാണ് ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. പിന്നെ സ്റ്റെർലിംഗ് ബോയിലർ, യാരോ ബോയിലർ എക്സെട്ര. അടുത്ത നോക്കാം. വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആർ മോർ സ്യൂട്ടബിൾ ദാൻ ഫയർ ട്യൂബ് ബോയിലേഴ്സ് ഫോർ ജനറേഷൻ ഓഫ് സ്റ്റീം അറ്റ് വെരി ഹൈ പ്രഷർ. അപ്പോൾ ഫയർ ട്യൂബിനേക്കാളും വാട്ടർ ട്യൂബാണ് ഹൈ പ്രഷർ സ്റ്റീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് ഈ സെൻറ്റൻസ് പറഞ്ഞിരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഓൾസോ വെൻ ദ സ്റ്റീം ഈസ് ടു ബി റേസ്ഡ് ക്വിക്ക്ലി സ്റ്റാർട്ടിങ് വിത്ത് കോൾഡ് ഫ്ലൂയിഡ് ആൻഡ് ഫയർസ് ഔട്ട്. അതായത് സഡനായിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തണുത്ത വെള്ളത്തിൽ നിന്ന് സ്റ്റീം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും അനുയോജ്യം ഏതാണ്? നമ്മുടെ ഈ വാട്ടർ ട്യൂബ് ബോയിലറാണ്. അപ്പോൾ ഇതിനായിരിക്കും എഫിഷ്യൻസി ഇച്ചിട്ട് കൂടുതൽ കൊടുക്കുന്ന അത്ര ഹീറ്റിന് പെട്ടെന്ന്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റീമൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ലോകത്തിലെ ഒരു 70% പവർ പ്ലാന്റുകളും സ്റ്റീം ജനറേഷനിലാണ്, സ്റ്റീമിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയേ, ഇവിടെ പറഞ്ഞില്ലേ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്. അവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ സംഭവിക്കുന്നത് അവിടെ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസില്ല, പകരം ന്യൂക്ലിയർ എനർജിയെ ഹീറ്റ് എനർജിയൊക്കെ മാറ്റുകയോ ചെയ്യുന്നത്. ആ ന്യൂക്ലിയർ എനർജിയുടെ റിസൾട്ടായിട്ടുണ്ടാകുന്ന ഹീറ്റിനെ അത് നമുക്ക് ഹോട്ട് ഗ്യാസസിന് പകരം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ആണെങ്കിലും തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിലും എന്ത് വേണം? സ്റ്റീം വേണം. അപ്പോൾ അവിടെ പലതരം ബോയിലർ ഉപയോഗിക്കും. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ക്ലാസിഫിക്കേഷനകത്ത് മിക്കയിടത്തും ഉപയോഗിക്കുന്ന ഏതായിരിക്കും? വാട്ടർ ട്യൂബ് ബോയിലർ. ഇതിന് ഇവിടെ അപ് ടു 20 ബാർ പ്രഷറേ ഒക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ വളരെ ഹൈ, ഇവിടെ തന്നെ പറയുന്നത് വെരി ഹൈ പ്രഷർ ആൻഡ് ക്വിക്ക്ലി റൈസ് ക്വിക്ക്ലി, 2 വാക്കുകൾ. വെരി ഹൈ പ്രഷർ ഉണ്ടാക്കാൻ നോക്കും, പിന്നെ സ്റ്റീം പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ നോക്കും. അതിൻ്റെ എന്താ പറയുന്നത്, തണുത്ത വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് സ്റ്റീം ഉണ്ടാക്കിയെടുക്കാൻ ഈ വാട്ടർ ട്യൂബ് ബോയിലറിന് സാധിക്കും. ഈ 2 ഫിഗർ വരയ്ക്കണം. 3 മാർക്കിനാണെങ്കിലും എഴുതാനൊന്നുമില്ലല്ലോ, ഇതിനകത്ത് ഇങ്ങനെ വലുതായിട്ട് തോന്നുന്നില്ല, എഴുതി വരുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ ഇത്രയും ഭാഗം വിട്ടേര്. ഇത് എന്താണ് ഫയർ ട്യൂബ് എന്ന് എഴുതുക, ഉദാഹരണം എഴുതുക, ഈ ബാക്കി വിട്ടേര്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് മൊത്തം എഴുതുന്നതല്ലായിരിക്കും. ഇനി 3 മാർക്കാണെങ്കിലും 7 മാർക്കാണെങ്കിലും 7 മാർക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇത് പകരം 7 മാർക്കിന് ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വിൽകോക്സ് ബോയിലർ ചോദിക്കാനാണ് സാധ്യത. നമുക്ക് ഇന്നത് വരുമെന്ന് പറയാൻ ഒക്കുകയില്ല. എന്നാലും ഇത് ഐഡിയ കത്തിയല്ലോ. മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ബോബ് കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. ഇതാണ് ബോബ് കോക്ക് വിൽകോക്സ് ബോയിലറിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല, ഭയങ്കര വലുതായിരിക്കും. ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന സാധാരണ വാട്ടർ ട്യൂബ് ബോയിലറുമാണ്. നോക്കി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി. കോള്, അപ്പോൾ ഫ്യൂൽ ഏതാണ്? ഇതിനകത്തിൽ കോളാണ് വരുന്നത്. ഒരു ഐഡിയ തരുവാണ്. കോളാണ് പൾവറൈസ്ഡ് കോൾ എന്ന് പറയും. നമ്മൾ ഈ കോളെന്ന് പറയും, ഈ കൽക്കരി എന്ന് പറയുന്നത് കല്ല് പോലെ ആയിരിക്കും. നമ്മുടെ ഈ എന്താ പറയുന്നത്, കല്ലും കഷ്ണങ്ങളില്ലേ, അതുപോലെ കിടക്കുന്നത്. അത് അങ്ങനെ ആയപ്പോൾ ഇത് കത്താനുള്ള ഒരു സാധ്യത കുറവാണ്. കൽക്കരി എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂവലാണല്ലോ, അതിനെ പൊടിച്ച് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റായിട്ട് കത്തും. അപ്പോൾ അതിനെ പൾവറൈസ്ഡ് കോൾ ചെയ്ത് ശേഷം അത് വന്നിരിക്കുന്ന ഇതിൻ്റെ പേരാണ്, അത് ഇടുന്ന സാധനത്തിൻ്റെ പേരാണ് ഹോപ്പർ, ചോർപ്പ എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഈ പൊടി മില്ലുകളിലൊക്കെ ഉണ്ടല്ലേ, നമ്മൾ ഈ മുളക് പൊടിക്ക് അരി പൊടിക്കുക എന്ന് പറയുന്ന മില്ലുകളിലൊക്കെ നമ്മുടെ ആവശ്യമുള്ള സാധനം അരിയോ അല്ലെങ്കിൽ മുളകോ ഇട്ട് കൊടുക്കുന്ന ഒരു ചതുരത്തിലുള്ള ചോർപ്പുണ്ടോ, അതിനെ പറയുന്ന പേരാണ് ഈ ഹോപ്പർ. അപ്പോൾ ഈ കോള് ഹോപ്പറിലൂടെ വന്ന് വീഴും. ഇതിലോട്ട് ചെയിൻ ഗ്രേറ്റ് സ്റ്റോക്ക് എന്ന് പറയും. ചെയിൻ ഗ്രേറ്റ് സ്റ്റോക്ക് ഫ്യൂവലാണ് കോള്. അത് ഹോപ്പറിലൂടെയാണ് വന്ന് ഈ ചെയിൻ ഗ്രേറ്റ് സ്റ്റോക്കിലേക്ക് വന്ന് വീഴുന്നത്. ഇതെന്താണ്? ഇതുവഴി എയർ സപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഫർണസാണ്, ഇത് കത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കര ടെമ്പറേച്ചറിൽ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്യൂലിങ് വന്ന് വീണുകൊണ്ടിരിക്കുന്നു, എയർ സപ്ലൈ ചെയ്യുന്നു. ഇത് അടിയിൽ നിന്നാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും 2D ആയതുകൊണ്ടാണ് ഇത് അടിയിൽ കൂടെ കാണിച്ചത്. ശരിക്കും സൈഡിലാണ് ഇതിൻ്റെ വിൻഡോസ് വരുന്നത്. എയർ സെക്ഷൻ ഏരിയ എല്ലാം വരുന്നത് സൈഡിലൊക്കെ ആയിട്ടായിരിക്കും. ഇതൊരു സൈഡാണെന്ന് വിചാരിച്ചു, നമ്മുടെ ജനൽ പോലെ എന്നങ്ങ് സങ്കല്പിച്ചു. അപ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിംസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി
ഈ ഒരു ബോയിലറിൻ്റെ ഷെല്ലാണിത്. പറഞ്ഞില്ല, ഒരു സ്റ്റീൽ വെസലായിരിക്കും ബോയിലർ എന്ന് പറയുന്നത്. ഈ ഒരു വെസൽ അതിനകത്തിൽ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? സ്റ്റീം. ഇതിൻ്റെ പേരാണ് ഈ പറഞ്ഞത്, ഈ വെസലിൻ്റെ പേരാണ് സ്റ്റീം ആൻഡ് വാട്ടർ ഡ്രം. ഇതെന്താണെന്ന് പറയുവാണേ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ശേഷം ഇതിൻ്റെ പേര് അപ്ടേക്ക് ഹെഡർ. വെള്ളം ഇതുവഴി കയറി ചൂടായി ഇങ്ങനെ വരുന്നു, എവിടെ വരെ പോകുന്നു, അതും പറഞ്ഞു തരാം. ഈ സൈഡിൻ്റെ പേര് അപ്ടേക്ക് ഹെഡർ, ഈ സൈഡിൻ്റെ പേര് ഡൗൺ ടേക്ക് ഹെഡർ. അതിനൊരു കാര്യമുണ്ട്, അത് പറഞ്ഞുതരാം, പറയാം. ശേഷം ഡിസെൻഡിങ് വാട്ടർ ട്യൂബ്. വെള്ളം അസെൻഡിങ് മേപ്പോട്ട് കയറി പോകുന്നു, ഡിസെൻഡിങ് താഴോട്ടിറങ്ങി വരുന്നു. ഈ ട്യൂബിലൂടെ വെള്ളം താഴോട്ടിറങ്ങി വരുന്നു. ശേഷം ഫീഡ് വാൽവ്, ഫീഡ് ചെക്ക് വാൽവാണ്, ഫീഡ് ചെക്ക് വാൽവ്. ഇതിനകത്തിലൂടെയാണ് വെള്ളം കയറിപ്പോകുന്നത്, അകത്തേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നത്. ഈ വെസലിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നത് ഫീഡ് ചെക്ക് വാൽവ് ഉപയോഗിച്ചാണ്, ഫീഡ് ചെക്ക് വാൽവ്. പിന്നുള്ളത് അടുത്തത് വാട്ടർ ഗേജ്, അല്ലെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയും. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ അല്ലെ വാട്ടർ ഗേജ് എന്ന് പറയും. പിന്നെ അടുത്തത് പ്രഷർ ഗേജ്. പിന്നെ സേഫ്റ്റി വാൽവ്, സ്റ്റീം സ്റ്റോപ്പ് വാൽവ്, ടീ ട്യൂബ്. ഈ പറഞ്ഞ സാധനങ്ങൾ ഫീഡ് ചെക്ക് വാൽവ്, വാട്ടർ ഗേജ്, പ്രഷർ ഗേജ്, സേഫ്റ്റി വാൽവ്, സ്റ്റീം സ്റ്റോപ്പ് വാൽവ്, ഇതിനെയൊക്കെ പറയുന്ന പേരാണ് ബോയിലർ ആക്സസറീസ് ആൻഡ് മൗണ്ടിങ്സ്. എല്ലാ ബോയിലറിലും ഇത്രയും സാധനം കാണും. ഇതിനകത്തിൽ നോക്കിയേ, ഫീഡ് ചെക്ക് വാൽവ്, അത് ബോയിലർ വെസലിനകത്തേക്ക് അല്ലെങ്കിൽ ബോയിലർ ഡ്രമ്മിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫീഡ് ചെക്ക് വാൽവ്. അതെല്ലാത്തിനും കാണുമല്ലോ, വെള്ളം എന്തൊരു അകത്തേക്ക് കയറ്റി പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരാണ് ഫീഡ് ചെക്ക് വാൽവ്. 2, ഈ ബോയിലറിനകത്ത് അല്ലെങ്കിൽ ഈ ഡ്രമ്മിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്ന് അറിയണമല്ലോ, അതിനാണ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ അല്ല വാട്ടർ ഗേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എത്ര പ്രഷറാണ് അതിനകത്തുനിന്ന് അറിയണ്ടേ, സേഫ്റ്റി വളരെ അത്യാവശ്യം. അപ്പോൾ എത്ര പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബാർ പ്രഷറിലാണ്, ഇത് ബാറിലായിരിക്കും വേണ്ടി വരിക, അതറിയാൻ വേണ്ടി പ്രഷർ ഗേജ്. പിന്നെ സേഫ്റ്റി വാൽവ്. സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ബോയിലർ ഏത്, കുക്കറിന് നമ്മളുടെയൊക്കെ ഒരു സേഫ്റ്റി വാൽവ് ഉണ്ടല്ലോ. ഏതാ പൊങ്ങിയും ചാടും പോകുന്നതല്ല, അതല്ലാതെ വേറൊന്നും കൊണ്ട് സൈഡിലൊരു ചെറിയൊരു വട്ടത്തിലൊരു സംഭവം. ഒരു പ്രഷറിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടി അതിലെ സ്റ്റീം എല്ലാം വെളി വരും. ഇതിനകത്തിൽ എന്തെങ്കിലും ഉടായി പോകുമ്പോൾ പണി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കും. ഇനി നോക്കിയാൽ അത് കുക്കറിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു വട്ടത്തിൽ ഒരു ഹെക്സഗൺ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു സംഭവം ഉണ്ട്, നോക്കിയാൽ അതതിൻ്റെ സേഫ്റ്റി വാൽവ്. അതല്ലാതെ വേറൊരു വാൽവുണ്ട്, ഇതുപോലെ തന്നെ വേറൊരു വാൽവ് കുക്കറിന് കൊണ്ടേക്കുണ്ട്, അതാണ് ഡെഡ് വെയിറ്റ് വാൽവ്. അതാണ് അതിനകത്ത് പ്രഷർ നിയന്ത്രിക്കുന്നത്. ആ വെയിറ്റിനനുസരിച്ചുള്ള പ്രഷറായിരിക്കും താഴെ. ആ വെയിറ്റിന് അനുസൃതമായിട്ട് മുകളിലേക്ക് പ്രഷർ കയറി കഴിഞ്ഞാൽ അത് മേലോട്ട് പൊങ്ങി സൂന്ന് വിസിലടിക്കും. ഇവിടെ വിസിലടി പരിപാടി ഒന്നുമില്ല. ഇത് സേഫ്റ്റി വാൽവ്. നമ്മളെപ്പോഴും ഇത് ഇപ്പം എനിക്ക് 50 ബാർ പ്രഷറിലാണ് ഇത് വേണ്ടെങ്കിൽ 50 ബാർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. 50 കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഇത് ഓപ്പണായി ഇതിൻ്റെ സ്റ്റീം റിലീസായിപ്പോവും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 50 മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും. ശേഷം സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. ഞാൻ പറഞ്ഞായിരുന്നു കുക്കറിനകത്തെ പോലെ ഇവിടെ സ്റ്റീം അടിച്ച് പുറത്ത് കളയില്ല. 50 ബാർ പ്രഷർ അതാണ് എൻ്റെ ആവശ്യമെങ്കിൽ 50 ബാർ പ്രഷർ സ്റ്റീം ആകുമ്പോൾ ഈ വാൽവ് ഓപ്പണായി സ്റ്റീം സപ്ലൈ ആയിക്കൊണ്ടിരിക്കും. 50 ബാർ പ്രഷറാണ് എനിക്ക് ആവശ്യമെങ്കിൽ. ഒരു ഉദാഹരണം പറയുകയാണ് 50 ബാറെന്ന്. അപ്പോൾ അതിന് പേരാണ് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്, സ്റ്റീം സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ടീ ട്യൂബ്. സൂപ്പർ ഹീറ്ററിലേക്ക് വെള്ളം എടുത്ത് സ്റ്റീം സ്റ്റോപ്പ് വാൽവിലേക്ക് കൊടുക്കുന്നത് ടീ ട്യൂബാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബോയിലർ മൗണ്ടിങ് ആൻഡ് ആക്സസറീസ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനകത്തൂടെ ഫീഡ് ചെക്ക് വാൽവിന് വെള്ളം നിറച്ചു, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിനകത്ത് നോക്കി വെള്ളം ലെവലാണെന്ന് ഉറപ്പ് വരുത്തി. ശേഷം സംഭവിക്കുന്ന ഫർണസ് ഇതുണ്ട്. ഈ ഫർണസ് അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചേമ്പർ ഓണാക്കി പൾവറൈസ്ഡ് കോളിട്ട് അത് ഈ ഗ്രേറ്റിലൂടെ പോകുന്നു. എന്നിട്ട് ഇത് ഒരു കൺവെയർ ബെൽറ്റ് പോലെ ഇത് പറയാനാണ് വിട്ടുപോയി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കത്തി വരിക. ഈ ലാസ്റ്റ് എൻഡ് ആകുമ്പോഴത്തേന് ഇത് കത്തി തീരും. പിന്നെ ബാക്കി വരുന്നത് ചാരം മാത്രം, അത് ഇങ്ങോട്ടേക്ക് തട്ടും. അതിങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ ബെൽറ്റ് ഇങ്ങനെ കൺവെയർ ബെൽറ്റ് ഇപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടം കൊണ്ട് ഇത് കത്തിത്തീരും. അപ്പോഴും പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ചാരമാണ്. ഈ ചാരം വെളിയിലോട്ട് പോകും. അതിൻ്റെ പേരെന്താ? ചെയിൻ ഗ്രേറ്റ് സ്റ്റോക്ക്. ഇനി അടുത്തത് പറഞ്ഞു സ്റ്റാർട്ടിങ്, അതായത് വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ അതൊരു നല്ല ടെമ്പറേച്ചറുള്ള
ഫ്യൂവൽ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ ഭയങ്കര ടെമ്പറേച്ചറാണ്, അപ്പോൾ ഇതിനകത്ത് വെള്ളം കിട്ടിയിട്ട് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം എല്ലായിടവും ഹീറ്റാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിറയ്ക്കുമ്പോൾ ഇവിടെ എല്ലാം വന്ന് വെള്ളം നിറയും. അപ്പം ഇതിൻ്റെ പേര് ഡിസെൻഡിങ് വാട്ടർ ട്യൂബ്, ഇവിടെ അസെൻഡിങ് വാട്ടർ ട്യൂബ്. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡില്ലേ, ഞാൻ പറഞ്ഞായിരുന്നു. ഏതൊരു സബ്സ്റ്റൻസ് ചൂടാകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ ആ എന്തോ ആയിക്കോട്ടെ അത് മുകളിലേക്ക് ഉയർന്നു പോകും. ഈ കേസിലും ഇവിടെ ആണല്ലോ ഏറ്റവും കൂടുതൽ ചൂട്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ചൂട് കൂടുതൽ. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ് വെള്ളം മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിനെ അപ്ടേക്ക് ഹെഡർ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം എന്തോ അപ്പോൾ ഇവിടെ ചൂടുള്ളതായി. അപ്പോൾ ഇവിടുത്തെ വെള്ളം തണുപ്പോ അല്ലേ, ഇവിടുത്തെ വെള്ളം തണുത്തിരിക്കുക. സ്റ്റാർട്ടിങ് ആണ് ഈ പറയുന്നത്. ഇവിടെ വരെ വന്നു. അപ്പം തണുത്താണ്ട് ഇവിടെ കൂടെ ഇറങ്ങി വരുന്നു. ഇവിടെയും ചെറുതായിട്ട് ചൂടാകുന്നു. അപ്പോൾ ഇവിടുത്തെ വെള്ളം ഏകദേശം തണുപ്പാണ്. സ്റ്റാർട്ടിങ്ങിൽ കാര്യം പറഞ്ഞത് ഏകദേശം തണുപ്പാണ്. വന്ന് ഇവിടെ നിറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കി, ഈ കയറി വരുന്ന ഹോട്ട് ഗ്യാസസ് ഇതിനകത്തൂടെ കയറി ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ ഈ ബഫിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ബഫിൾ പ്ലേറ്റ് അതായത് ഫ്ലോ മിക്സർ ആക്കാൻ വേണ്ടി. നമ്മൾ ഷെൽ ആൻഡ് ട്യൂബിനകത്ത് പറഞ്ഞാൽ മിക്സർ ഫ്ലോ ആക്കാൻ വേണ്ടി, അതായത് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. പഠിച്ചവർക്ക് ഏകദേശം ഇപ്പോൾ ധാരണ കിട്ടിക്കാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതില്ലെന്ന് വിചാരിക്കുക, ഈ എയർ ഇങ്ങനെ കയറി അങ്ങ് പോകും, ഇങ്ങനെ ഒരു ഒറ്റപ്പോക്കം പോകും. അതേസമയം ഇതുപോലെ അതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ ഈ എയർ ഇങ്ങനെ ഇതിനകത്ത് കിടന്ന് കറങ്ങി ഇങ്ങോട്ട് കറങ്ങി കുറേ സമയം എടുത്ത് ഇത് ചിമ്മിനി കൂടെ പുറത്ത് പോകുള്ളൂ. ആ സമയം ഇതൊന്നും ഇല്ലയെന്ന് വിചാരിക്കും, ഇതുമില്ല ട്യൂബ് മാത്രം. എന്ത് സംഭവിക്കും, ഒറ്റയടിക്ക് ഇത് വെളിയിൽ പോകും. അതൊഴിവാക്കാനായിട്ടാണ് ഈ ബഫിൾ പ്ലേറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പേര് ചെയ്തിട്ടുണ്ടോ, അതാണ് ബഫിൾ പ്ലേറ്റ്സ്. ഒന്നുമില്ല, ഓരോ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു നദി നോർമലായിട്ട് ഒഴുകി പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നദി സിമ്പിൾ എക്സാമ്പിൾ പറയണം, ഒഴുകി പോകുന്നു. അതേസമയം ഈ നദിയുടെ നേരെ അങ്ങ് മുകളിൽ ചെന്നാലോ, അങ്ങ് ഇടുക്കി ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ സെയിം നദി കല്ലിനകത്ത് ഒഴുകി പോകുന്നത്, തട്ടി തടഞ്ഞ് പതഞ്ഞ് കുറേ സമയം എടുത്താൽ ഇത് ഒഴുകി പോകുന്നത്. ഒരു മോളിക്കുളറിനെ നോക്കുവാണെങ്കിൽ ആ മോളിക്കുൾ അവിടെ കല്ലെ തട്ടി ഇവിടെ തട്ടി കുറേ സമയം കഴിഞ്ഞാണ് ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലത്തോട്ട് പോകുന്നത്. അതേ ആവശ്യത്തിന് വേണ്ടിയാണ്, അതൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, അതേ ആവശ്യത്തിനുണ്ട് ഈ ബഫിൾ പ്ലേറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ട് ഗ്യാസസ് കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇതുവരെ എല്ലാം കയറി വരും. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഹീറ്റുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളം ചെറുതായിട്ട് ഹീറ്റായി. അപ്പോൾ ഹീറ്റാകുമ്പോൾ എന്ത് സംഭവിക്കും, മുകളിലേക്ക് ഉയർന്നു പോകാൻ ടെൻഡൻസി വരും. അതുകൊണ്ടാണ് ഈ ഒരു ട്യൂബ് ചരിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ചൂടാകുന്ന മോളിക്യൂള് അവൻ എന്തോരം മേപ്പോട്ട് പോകാൻ ശ്രമിക്കും. ഇത് നേരെയാണ് അവിടെ തന്നെ കിടക്കാനല്ല മേപ്പോട്ട് പോകാൻ ശ്രമിക്കും. പക്ഷേ അവൻ ബുദ്ധിപരമായിട്ട് അവർ ഈ ഒരു ട്യൂബ് ചരിച്ചു കൊടുത്തു. അപ്പോൾ എന്തുവാ, ഇതൊക്കെ അവൻ ഈ ചൂട് ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് ചൂട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ കുറച്ച് ടെമ്പറേച്ചറുള്ള ഇച്ചിരി കുറഞ്ഞ ഡെൻസിറ്റി. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി. ഒരു മോളിക്കൂളിൻ്റെ കാര്യം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു മോളിക്കൂൾ ഇവിടെ കുറച്ച് ചൂടേ ഉള്ളായിരുന്നു, ഡെൻസിറ്റി ഒന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് നീങ്ങി. അവിടെ ഇതിനേക്കാൾ ഇച്ചിലൂടെ ചൂടുണ്ട്. അപ്പോൾ ഇച്ചിലൂടെ ഹീറ്റ് കിട്ടി, വീണ്ടും ഡെൻസിറ്റി പറഞ്ഞു, ഇങ്ങോട്ട് നീങ്ങി. അങ്ങനെ നീങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ചൂടാകുമ്പോൾ നല്ല ഡെൻസിറ്റി കുറവ് സംഭവിച്ചു. മേപ്പോട്ടെത്തി, ഇതുവഴി കയറി മേളിലെത്തി. അതായത് എൻ്റെ ഉദ്ദേശം ഡെൻസിറ്റി പറഞ്ഞാൽ മുകളിലേക്ക് ഉയർന്നു, ഡെൻസിറ്റി കൂടി സാധനം താഴേക്ക് കയറി വരും. അതുകൊണ്ട് ഈ ഒരു ട്രാവലിംഗ് ഓഫ് മോളിക്യൂൾ അത് നടക്കാൻ വേണ്ടിയാണ് ഈ ട്യൂബ് ചരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ട്യൂബ് നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് സ്ട്രെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ട്യൂബ് ഇതുകൊണ്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ സർപ്പൻ്റെ ഷേപ്പ് എന്ന് പറയും, പാമ്പിൻ്റെ ഷേപ്പ്. ഒന്ന് ആലോചിച്ചേ, ഇതുകൊണ്ട് ഈ ഒരു വര, ഒരു സ്ട്രെയിറ്റ് റോഡൊന്നും പറയണ്ട. നമ്മളിവിടെ സാധാരണ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു മോളിക്കൂൾ സെയിം ലെങ്ത് ആണല്ലോ. ഈ ലെങ്ത് രണ്ടും ഡിസ്റ്റൻസ് സെയിം ആണ്. ഇത് രണ്ട് ടൈപ്പ് പൈപ്പാണ്. ഒന്ന് സ്ട്രെയിറ്റ് പൈപ്പ്, ഒന്ന് ഇങ്ങനെ സർപ്പൻ ടൈപ്പ് പൈപ്പ്, പാമ്പ് പോലെ വളർന്നിരിക്കുന്ന പൈപ്പ്. ഒരു മോളിക്കൂൾ ഇവിടെ വരെ എത്താൻ വേണ്ടി എത്ര സമയം എടുക്കും? അത്രയും സമയമായിരിക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടി എടുക്കുന്നത്? അല്ല, ഇവിടുന്ന് ഇവിടെ എത്താൻ അധികം സമയം വേണ്ട, സ്ട്രെയിറ്റ് അങ്ങി പോരും. അതേസമയം സെയിം മോളിക്യൂൾസ് ഈ ഒരു ഷേപ്പായിട്ട് കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വേണം, ഇവിടുന്ന് ഇവിടെ എത്താൻ. അപ്പോൾ അതിന് കിട്ടുന്നത് സമയമാണ്. അത്രയും സമയം കൊണ്ട് അതിനെക്കൊണ്ട് ഒക്കുന്ന തരത്തിലുള്ള ഹീറ്റ് എനർജി അത് സ്വീകരിക്കും. അതുകൊണ്ട് ഈ കാണുന്ന ട്യൂബ് ഇതുപോലെ വളഞ്ഞ ഷേപ്പിലാണ് കിടക്കുന്നത്. കാരണം മാക്സിമം സമയം എടുത്ത് ഇത് പോകാവൂ. ഇവിടെ എത്തുന്ന ഒരു വാട്ടർ മോളിക്യൂള് മാക്സിമം സമയം എടുത്ത് ഇവിടെ എത്താവൂ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ട്യൂബ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചരിച്ച് വെച്ചിരിക്കുന്നത്.
ഇനി അടുത്തത് നമുക്ക് വെള്ളം ബോയിൽ ചെയ്യുന്നു, സാച്ചുറേഷൻ വാട്ടർ, അത് വീണ്ടും ലേറ്റൻ്റ് ഹീറ്റ് സ്വീകരിക്കുന്നു, സാച്ചുറേറ്റഡ് ഡ്രൈ വേപ്പറാകുന്നു, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സ്റ്റീം ആകുന്നു. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം. ഇനി നമുക്ക് 150, 200, 300 വേണമല്ലോ. അതിനെന്ത് ചെയ്യണം? അതിന് സ്റ്റീമിനെ എടുത്തുകൊണ്ട് അതിനെ വീണ്ടും ഹീറ്റ് ചെയ്യണം. വെള്ളത്തിനെയല്ല, സ്റ്റീമിനെ എടുത്തിട്ട് ആ സ്റ്റീമിനെ വീണ്ടും ഹീറ്റ് ചെയ്യണം. അതിൻ്റെ പേരാണ് സൂപ്പർ ഹീറ്റർ. ഈ കാണുന്നതാണ് സൂപ്പർ ഹീറ്റർ. അപ്പോൾ ഇതിലൂടെ ഈ ടീ ട്യൂബിലൂടെ സ്റ്റീം കയറി വരും അല്ലേ. ഇപ്പോൾ ഇവിടെ നല്ല പ്രഷറുള്ള സ്റ്റീമാണ്, നല്ല പ്രഷറുള്ള സ്റ്റീമാണ്. ഈ ടീ ട്യൂബിനകത്തൂടെ കയറി ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി. അത് നോക്കി, അപ്പോഴും ട്രാവലിംഗ് ടൈം കൂട്ടി കൊടുത്തിരിക്കുക. ഇങ്ങനെ കുറേ കറങ്ങി അവൻ മാക്സിമം ടെമ്പറേച്ചർ സ്വീകരിച്ച് തിരിച്ച്. ഇത് 2 ട്യൂബാണ്, അപ്പുറത്തും ഇപ്പുറത്തും വന്നു. എവിടെ വന്ന് വീഴും? ഈ സ്റ്റീം സ്റ്റോപ്പിന് അവിടെ വന്ന് നിൽക്കും. ഇനി എനിക്ക് വേണ്ടത് 100 ബാർ പ്രഷറുള്ള സ്റ്റീമാണ്. എപ്പോഴാണോ ഇതിനകത്തെ സൂപ്പർ ഹീറ്ററിൻ്റെ സ്റ്റീമിൻ്റെ പ്രഷർ 100 ബാർ ആകുന്നത്, അപ്പോൾ ഈ സ്റ്റീം വാൽവ് ഓപ്പൺ ആകും, സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ഓപ്പൺ ആകും. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയോ?